ചില അപകട രോഗികളുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ എവിടെ ചെന്നാലും അപകടമാണ്. തൂമ്പെടുത്താൽ കാലിലേക്ക് കളയ്ക്കും, വക്കത്തി എടുത്താൽ കൈക്കിട്ട് വെട്ടും, അരിവാളെടുത്താൽ കൈ മുറിയും, പിന്നെ ചെല്ലുന്നിടത്തൊക്കെ ഉരുണ്ട് വീഴും. ഒരു കുഴിയെ ചെറിയ കുഴിയാന്ന് വിചാരിച്ച് ചവിട്ടണത് വലിയ കുഴിയിലേക്കായിരിക്കും. ഇങ്ങനെ ചെന്ന് അപകടത്തിൽ ചെന്ന് പെടുന്ന ഈ പ്രോണ്ട് രോഗികളുണ്ട്. പിന്നെ ആക്സിഡൻറ്റ് പ്രോണ്ട് രോഗികളെന്ന് പറയും. അവരുടെ മനസ്സ് അനലൈസ് ചെയ്യണം. ഒരിക്കലും എന്നെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റുകാർ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടി കൊണ്ടുവന്ന് കുട്ടിയിടിക്കുന്ന അപകട രോഗികൾ ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് ഒരു കൗൺസിലിങ്ങും സൈക്കോതെറപ്പിയും ക്ലാസ്സും നടത്താനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി ഇങ്ങനെയുള്ളവരെ കണ്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒത്തിരി ബലഹീനതകൾ, ഈ അപകടം മാത്രമല്ല, പല ബലഹീനതകളും ഉണ്ടാവും. മദ്യപാനം ഉണ്ടാവും, കഞ്ചാവ് അടിക്കുന്നവരായിരിക്കും, അമിതമായിട്ട് പുക വലിക്കുന്നവർ, ചിലർ ഡ്രഗ്സായി ഉപയോഗിക്കുന്നവർ, ഇതുപോലെ തന്നെ പലവിധ സാഹചര്യങ്ങളിൽ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവർ, വീട്ടിലെ പ്രശ്നം, നാട്ടിലെ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം, ഇങ്ങനെ 100 പ്രശ്നങ്ങൾ ഇവിടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുന്നത്. പിന്നെ ഇലക്ട്രിക് പോസ്റ്റിലും ചെന്ന് ഇടിച്ച് ആകെ പ്രശ്നമായിട്ട് പിന്നെ വണ്ടി അവിടെ ഇടും. കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് വീണ്ടും അവൻ ആ ജോലിയിൽ കയറി കഴിയുമ്പോൾ ഈ തവണ ഇലക്ട്രിക് പോസ്റ്റിലല്ല വണ്ടി ഇടിച്ചത്, ട്രാൻസ്ഫോമറിലാണ് വണ്ടി ചെന്ന് കയറിയത്. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികളുണ്ട്. ഇവരെ ശരിക്കും പറഞ്ഞാൽ ഒരു മനഃശാസ്ത്രപരമായ വിശകലനവും ജീവിത നവീകരണവും ധ്യാനവും പ്രാർത്ഥനയും ഒക്കെയും കൊണ്ടാണ് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. കർത്താവേ, മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇടയ്ക്കിടെ അപകടം ഉണ്ടാകുന്നവരും മാനസികമായിട്ട് അസ്വസ്ഥ അനുഭവിക്കുന്നവർ ഇങ്ങനെയുള്ള ജോലിക്ക് അർഹരല്ല. അവരെ തന്നെയല്ല നശിപ്പിക്കുന്ന, ചിലപ്പോൾ അനേകം പേരുടെ ജീവൻ നശിപ്പിച്ച് കളയും. ഇവർ ശരിക്കും ഒരു മനഃശാസ്ത്ര വിശകലനവും പ്രാർത്ഥനയും ജീവിത നവീകരണവും ഒക്കെ കൊടുത്ത് ഇവരെ മാറ്റിയെടുക്കാം. ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ അസ്വസ്ഥതയിൽ നിന്ന് മോചനം നൽകണമേ. രോഗശാന്തി നൽകണമേ. കർത്താവ് എനിക്ക് നൽകുന്ന അധികാരം ഉപയോഗിച്ച് നിൻ്റെ ഈ പൈശാചിക ബന്ധനത്തിൽ കർത്താവ് നിന്നെ മോചിപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.